ആ ചേച്ചി ഇന്നലെ തിരക്കിലായിപ്പോയി. കേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായി, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, രസമുണ്ട്. വന്നപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം അല്ല വിചാരിച്ചിരുന്നത്. ഞാൻ ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കില്ലേ, അതാണ് ഡൈനോസറെ വിചാരിച്ചതിന് വേണ്ടി ഞാൻ ചേച്ചിയുടെ റേറ്റ് ഒക്കെ ചോദിച്ചത്. അപ്പം ആദ്യം അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഡൈനോസറിൽ അത് വെക്കുന്ന വിചാരിച്ചത്. അത് സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും മൊത്തത്തില് കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഈ വീഡിയോയുടെ കേക്ക് ഞാൻ ഷോർട്സിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 1-2 പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അന്ന് വീഡിയോ എടുത്തെങ്കിൽ ഫോണിലുണ്ടായിരുന്നു. കുറേയൊക്കെ ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ അതൊക്കെ ഡിലീറ്റ് ആക്കിയെന്ന്. ഷോർട്സ് ഇട്ടിട്ട് മൊത്തം ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ആക്കാറുണ്ട്. അങ്ങനെ ഡിലീറ്റ് ആക്കിയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടൊന്നല്ല അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായി നമ്മൾ വീഡിയോ ഇടാനുള്ള നേരം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ആകെ തിരക്കും പണികളും എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും ഒന്നും നേരം കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഈ കേക്കിൻ്റെ സംശയങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് തന്നെ ഞാൻ വിചാരിച്ചു അതെന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലണിക്കണമത്തെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കേക്കുകളുടെ സംശയങ്ങളൊക്കെ വാട്സാപ്പിൽ എല്ലാവരും എടുത്ത് ചോദിക്കാറുണ്ട്. അത് ഞാൻ മറുപടിക്ക് ഒരുമിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ കേക്ക് ഓർഡർ തന്നത് നമ്മുടെ ദിനോസറിനെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുടെ പിറന്നാളിനുള്ള ഓർഡറാണ് കേട്ടോ. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു ദിനോസറയ്ക്ക് വേണം കേട്ടോ കേക്കിൽ നിന്ന്. അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ കേക്കിൽ ദിനോസർ വേണം, അല്ലെങ്കിൽ സ്പൈഡർമാൻ വേണം, അല്ലെങ്കിൽ വേറെ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തീമുകളിലുള്ള ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയാറുണ്ട് ഇന്നത് വേണമെന്ന് കേട്ടോ. അപ്പോൾ അതേപോലെ ദിനോസർ വേണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്തത് പറഞ്ഞാൽ കടയിൽ പോയി പ്രിൻ്റ് എടുത്ത് ദിനോസറിൻ്റെ അത് കേക്കിൽ ആഡ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാംഗോ കേക്കും അതേപോലെ തന്നെ വാനില കേക്കും രണ്ടും കൂടിയിട്ടുള്ള ഫ്ലേവറാണ് നമ്മുടെ കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. രാവിലെ കുബൂസിൻ്റെയൊക്കെയും പണി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം കിട്ടാറില്ല കേട്ടോ. വീട്ടിലത്തെ അടിക്കലും തുടക്കലും നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെയും കഴിഞ്ഞാൽ പിന്നെ കേക്കുകളുടെ വർക്ക് ഉണ്ടാവും, അതൊക്കെയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിയാവും. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ നന്നായി പെൻഡിങ് വരിക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ചില കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പറ്റിയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുക. അതേപോലെ എഡിറ്റ് ചെയ്യാനും എല്ലാം കൂട്ടിയിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന കേക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ സ്ലൈസ് ചെയ്യുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിച്ച് വേണം സ്ലൈസ് ചെയ്യാൻ കേട്ടോ. അതായത് നമുക്ക് സ്ലൈസ് ചെയ്യുമ്പോൾ തന്നെ പല കനത്തിലായി പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് ശീലമായതുകൊണ്ട് പെട്ടെന്ന് സ്ലൈസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നെന്താ പറഞ്ഞാൽ നമ്മുടെ മാംഗോ കേക്കും വാനില കേക്കിന് സ്പഞ്ച് റെഡിയായി. അത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രീം ബീറ്റ് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മുടെ കേക്കിൽ കുറച്ച് മാംഗോയുടെ ക്രഷും അതേപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് അതേപോലെ മാംഗോ ചോക്ലേറ്റിൻ്റെയൊക്കെയും ഗനാശൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായി അടിപൊളിയായിട്ട് ഇതേപോലെ ക്രം കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യുക. അതെല്ലാം ടൈമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുക കേട്ടോ. ഞാൻ മിക്കവാറും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനും എനിക്ക് നേരം കിട്ടാറില്ല, വേഗം ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സാധാരണ എന്താ പറയുക ഇങ്ങനത്തെ നമ്മുടെ ഈ കേക്കിൻ്റെ റേറ്റിന് കൂടുതൽ റേറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ടോയ്സൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ കേക്കിന്. നമ്മൾ സാധാരണ കസ്റ്റമർ ചോദിക്കുമ്പോൾ എത്ര കേക്കിന് എന്താ റേറ്റ് പറഞ്ഞാൽ നമ്മൾ സാധാരണ റേറ്റ് പറയും. പിന്നെ അവർ പറഞ്ഞ ടോയ്സൊക്കെ വെക്കണം, ഇന്ന ടോയ്സ് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ആ ടോയ്സിൻ്റെ റേറ്റൊക്കെ നമ്മൾ കേക്കിൽ ആഡ് ചെയ്യുക കേട്ടോ. കേക്കിൻ്റെ റേറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ കേക്കിൽ എന്താ പറ്റിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ റേറ്റ് എത്ര ചോദിച്ചു, കേക്കിൻ്റെ റേറ്റ് പറഞ്ഞു. അപ്പോൾ എന്താ ഇത് വേണം പറഞ്ഞു കേട്ടോ, ദിനോസറൊക്കെ വേണം പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ദിനോസറിൻ്റെ 50 രൂപ കൊടുത്തിട്ട് പ്രിൻ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ കേക്കിൽ ആഡ് ചെയ്യുക, മറ്റേ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് ഒക്കെ കുത്തി കൊടുക്കുക ചെയ്തത് കേട്ടോ. പക്ഷെ നമ്മുടെ കസ്റ്റമർ വിചാരിച്ചത് അവർക്ക് കേക്കൊക്കെ ഇഷ്ടമായി, കേക്ക് എന്താ പറയുക ടോയ്സ് അല്ലെങ്കിലും നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ദിനോസറിൻ്റെ ടോയ് ഇതിലേക്ക് മുകളിൽ വെക്കുന്ന അവർ വിചാരിച്ചത് കേട്ടോ. നമ്മൾ ദിനോസറിൻ്റെ ടോയ്ക്ക് ആകുമ്പോൾ 300 രൂപയ്ക്ക് നല്ലതിന് വരുന്നുണ്ട്, പിന്നെ ലോക്കലാകുമ്പോൾ 100 150ക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയും, ആദ്യം തന്നെ പറയും ഇങ്ങനെ കേക്കിൻ്റെ കൂടെ ഇതിന് എത്ര രൂപ ഉണ്ട് കേട്ടോ, അത് അന്വേഷിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് പറയുക ചെയ്യില്ല. ഇതിനെന്താ പറഞ്ഞാൽ സാധാ കേക്കിൽ ഇങ്ങനെ എടുത്ത് പറയാറുണ്ട്, ഇങ്ങനത്തെ ഇന്ന കേക്ക് വേണം പറയുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ സ്റ്റിക്ക് തന്നെ കുത്താം. അത് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും ആഡ് ആക്കില്ല കേട്ടോ. പക്ഷേ ടോയ്ക്കാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ ആഡ് ആക്കും. അപ്പോൾ ഈ കേക്കിൽ പറ്റിയ അബദ്ധം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിച്ചത് ടോയാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റിക്കാണ്. പ്രിൻ്റ് എടുത്തിട്ട് സ്റ്റിക്ക് കുത്തുക. അപ്പോൾ ഞാനിതുപോലെ പ്രിൻ്റ് എടുത്ത് സ്റ്റിക്കൊക്കെ കുത്തിയിട്ടാണ് കൊടുത്തത്. പക്ഷേ അവർ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ ഉഷാറായിരുന്നു, നല്ല ഇഷ്ടമായി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചത് ഇങ്ങനെ, എനിക്ക് വിഷമമായി കേട്ടോ. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ പ്രത്യേകം പറയണ്ടേ. അപ്പോൾ ഇല്ല കുഴപ്പമില്ല, അതിപ്പോൾ എക്സ്ട്രാ പൈസ ആയില്ല, അവ ഉദ്ദേശിച്ചത് കിട്ടും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റിക്കർ അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് സമാധാനമായി കേട്ടോ. പിന്നെ നമ്മുടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ച ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം നമ്മൾ വൈറ്റ് ഗനാഷ് എടുത്തു, അതിൽ മാംഗോ കളർ ആഡ് ചെയ്തു കേട്ടോ. മാംഗോ എസൻസ് ആണിത്, കളറല്ല. അപ്പോൾ മാംഗോ എസൻസ് ആഡ് ചെയ്തിട്ട് അത് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ കൂടെ പതുക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വേണം. എന്നാലും നമ്മൾ കേക്കിൽ തണുത്ത കേക്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ആ കേക്കിൽ പിടിച്ചിട്ട് 4 ഭാഗത്തും നന്നായി സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ ആവുള്ളൂ കേട്ടോ. അധികം ലൂസ് കൂടിയാലും കുഴപ്പമാണ്, ലൂസ് കുറഞ്ഞാലും കുഴപ്പമാണ് കേട്ടോ. ഇതേപോലെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കേക്ക് വെച്ചിട്ട് പതുക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് കേക്കിന് ചെറുതായിട്ട് തണുപ്പ് വേണം. നമ്മൾ ചെയ്ത അപ്പം തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് സെറ്റ്. പിന്നെ പെട്ടെന്ന് ഓർഡറുകൾ കുറേ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഒന്ന് തണുത്ത ശേഷം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ദിനോസറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പച്ചപ്പൊക്കെ കൊടുക്കണമല്ലോ. നമ്മുടെ കാട്ടിലും നമ്മുടെയൊക്കെ അല്ലേ ദിനോസർ എന്നുള്ളൊരു സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പുല്ല് 4 ഭാഗത്തൊന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്ക് സെറ്റാക്കുക ചെയ്തത്. നമ്മൾ സെറ്റാക്കി വെച്ച് കൊടുത്താൽ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കുത്തി കൊടുത്തു കേട്ടോ. കേക്ക് എന്തായാലും അടിപൊളിയായി, അവർക്ക് നല്ല ഇഷ്ടമായി. അത് തന്നെ ആശ്വാസം. അതായത് അവർ ടോയാണ് ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞില്ലേ, അവർ ടോയാണ് ഉദ്ദേശിച്ചത്, നമ്മൾ സ്റ്റിക്കാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ലാഷായി. ഇനി ഞാൻ അതിന് ശേഷം ഞാൻ കേക്കിന് ഓർഡർ തരുന്നിടത്തൊക്കെ ഞാൻ ചോദിക്കും, ഇങ്ങനെ നമ്മുടെ പ്രിൻ്റ് എടുത്തിട്ട് സ്റ്റിക്ക് നമ്മളതിൽ കുത്തിയിട്ട് ഇതിലേക്ക് അങ്ങനെ കുത്തി കൊടുക്കുകയാണോ വേണ്ടത്, അതോ ശരിക്കുള്ള ടോയ് ആണോ വേണ്ടത് ഞാൻ ശരിക്കും ചോദിച്ചിട്ടാണ് പിന്നെ ചെയ്യാറ്. ടോയ് ആണെന്ന് പറയുകയാണെങ്കിൽ ടോയുടെ എക്സ്ട്രാ ക്യാഷ് ആഡ് ചെയ്യണം കേട്ടോ, ഇതിൽ കൂടെയെന്ന് പറയും, കേക്കിൻ്റെ പൈസ കൂടെയെന്നും പറയാറുണ്ട് കേട്ടോ. കണ്ട കാലത്തിനിടയ്ക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടില്ല ഗൈസ്, അതേട്ടാണ് പറ്റിയത്. പക്ഷേ നമ്മുടെ കസ്റ്റമർ കേക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി. നിങ്ങൾക്ക് എങ്ങനെയും കേക്കിൻ്റെ മോഡൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതേപോലെ എല്ലാവരുടെ അഭിപ്രായങ്ങളും എല്ലാം പറയണം കേട്ടോ. പിന്നെ എൻ്റെ അടുത്തൊരു വാട്സപ്പിൽ ഒരു സംശയം ചോദിച്ചത്, ഇതേപോലെ സ്റ്റിക്ക് നമ്മൾ ഇങ്ങനെ എന്താ പറയുക കുത്തി കൊടുക്കണം. നമ്മൾ സ്റ്റിക്ക് അതിൻ്റെ നമ്മുടെ എന്താ പറയുക പ്രിൻ്റ് എടുത്തിട്ട് ആ പ്രിൻ്റ് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ കേക്കിൽ ഇതുപോലെ കുത്തി കൊടുക്കണം, അതിനനുസരിച്ച് വെട്ടിയെടുത്ത ശേഷം നമ്മളൊരു സ്റ്റിക്ക് ബാക്കിൽ പിടിപ്പിച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക ചെയ്യുക കേട്ടോ. അത് എൻ്റെ അടുത്ത് സംശയം ചോദിച്ചതിന് ഞാനത് വിശദമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ് കുറച്ച് ബോൾസൊക്കെ കുത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബോൾസും അതുപോലെ നമ്മുടെ എന്താ പറയുക ചെറിയൊരു ദിനോസറിനെ ചോട്ടിലേക്കും വെച്ച് കൊടുത്ത് അങ്ങനെ ഒന്ന് അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞിയെ മോജി 1-2 വെച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി കേട്ടോ. നമ്മുടെ എന്താ പറയുക ദിനോസറൊക്കെയുള്ള ഒരു കാടിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരണമെങ്കിൽ ഒന്ന് എന്താ പറയുക മൊത്തം ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബോൾസും അതേപോലെ മോജിയൊക്കെയും കുത്തി കൊടുത്ത് സെറ്റാക്കി. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായി വരുന്നവരെ ഗുഡ് ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഗുഡ് ബൈ.